ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈക്കിൻ്റെ ഫ്രണ്ടിലെ ഷോക്ക് അബ്സറിൻ്റെ ഓയിൽ സീൽ എങ്ങനെ ചേഞ്ച് ആക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതിനെ നമ്മളുടെ ഈ ടോപ്പിൽ കാണുന്ന ഈ 12ൻ്റെ ഈ 2 ബോൾട്ട് അയക്കേണ്ടതുണ്ട്. അത് അയച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ വരുന്ന തന്നെ മറ്റ് 2 ബോൾട്ടുണ്ട്. ഈ സൈഡിലുള്ള ഈ ഒരു ബോൾട്ടും അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു ബോൾട്ടും അയച്ചതിന് ശേഷം ഫ്രണ്ടിലെ ടയർ ഊരിയിട്ട് നമുക്ക് ട്യൂബ് താഴോട്ട് ഇറക്കാവുന്നതാണ്. നമ്മുടെ ഈ മഡ് ഗാർഡിൻ്റെ ലെഫ്റ്റും റൈറ്റും 2 സൈഡിലുള്ള 4/8 ബോൾട്ടും ഇതും നമുക്ക് അയക്കേണ്ട ആവശ്യമാണ്. അതിനുശേഷം നമ്മളുടെ ഈ ട്യൂബിൻ്റെ ടോപ്പിലുള്ള ഈ 27ൻ്റെ ഈ 2 നെട്ടുണ്ട്, ഇത് രണ്ടും അയക്കുക. അതിനുശേഷം നമ്മുടെ പഴയ ട്യൂബിലുള്ള ഓയിൽ ഇതുപോലെ ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കടുത്ത ട്യൂബ് പീസാക്കാം. നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലൊരു ടൂൾ വരുന്നുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ഈ ടൂളിലേക്ക് നമ്മൾ ഈ ഫോർക്ക് നേരെ ഇറക്കും. ഫോർക്ക് ഇറക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊരു 6ൻ്റെ ഒരു ഇലങ്കി വരുന്നുണ്ട്. നമ്മളതിന് ഗണ്ണിലിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ടൂള് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ടൂളാണിത്. എന്താ 6ൻ്റെ അല്ലെങ്കിൽ ലോങ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഈ ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് മേലെ നൈസായിട്ട് ഒരു ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഗണ്ണിട്ടിട്ട് ഒന്നങ്ങോട്ട് പിടിച്ചാൽ മതി. ഇതുപോലെ അടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഗണ്ണില്ലേ, ഗണ്ണൊന്ന് ഇട്ടിട്ട് അത് അഴിഞ്ഞ് കിട്ടി. ഇതുപോലെ നമുക്ക് അഴിഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ പൈപ്പും ഫോർക്കും ബോട്ടം ട്യൂബും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മേലെ നിന്ന് വലിച്ചാൽ തന്നെ ഇത് കിട്ടും. ഇത് 2 സെപ്പറേറ്റായി. ഇനി നമുക്കിതിൽ പുതിയ ട്യൂബ് റീപ്ലേസ് ചെയ്യലും ഓയിൽ സീൽ അടിക്കലൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ നോക്കിയാൽ കാണാം ഈ ട്യൂബൊക്കെ ഫുള്ള് ഡാമേജാണ്. നല്ല സ്ക്രാച്ചാണ്, സൈഡൊക്കെ നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ട്. നല്ല ലൈൻസാണ്, സൈഡൊക്കെ നല്ല ലൈൻസ് ആയിട്ടുണ്ട്. പിന്നെ ഓയിൽ സീൽ അടിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുതിയ പൈപ്പ് വരുന്നത്. ഇതിന് ഒരെണ്ണത്തിന് തന്നെ നമുക്കൊരു 1190 രൂപ ഒരു പൈപ്പിന് വില വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 2 പൈപ്പ് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 100 രൂപയുടെ താഴെ ഒരു സ്പ്രിങ്ങിനും വില വരുന്നുണ്ട്. അങ്ങനത്തെ 2 സ്പ്രിങ്ങും ഉണ്ട് റീപ്ലേസ് ചെയ്തിട്ട്. പിന്നെ ഫോർക്കിൻ്റെ ഓയിൽ സീലുണ്ട്, അതൊരു 100 രൂപ റേഞ്ച് തന്നെ നമുക്ക് ഓയിൽ സീലിനും വില വരുന്നുണ്ട്. ഒരു 98 രൂപയാണ്, 100 രൂപയുടെ താഴെ ഒരു ഓയിൽ സീൽ. അങ്ങനെ 2 ഓയിൽ സീലും പിന്നെ നമുക്ക് ഫോർക്ക് ഓയിൽ ഒരു 150 രൂപ ഫോർക്ക് ഓയിലും വരും. ഇതാണ് നമുക്കിതിന് വരുന്നൊരു എക്സ്പെൻസ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ഷോക്ക് അബ്സർ കംപ്ലൈൻറ്റ് ഓടിയിട്ട് ഇതിൻ്റെ സ്പ്രിങ്ങൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഒരു പുതിയ സ്പ്രിങ്ങും വാങ്ങിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്കതിൻ്റെ ഷോക്ക് അബ്സറിൻ്റെ പൈപ്പും ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. എന്നുവെച്ചാൽ ഇത് സ്ക്രാച്ചായിട്ട് ഓടിയിട്ട് പൈപ്പും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് പൈപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്, പൈപ്പും കൂട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടം ട്യൂബിൻ്റെ മേലെ ഇതുപോലെ ഒരു ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് റിമൂവ് ചെയ്തെടുത്തിട്ട് ആണ് നമ്മൾ ലോക്ക് വരുന്നത്. എന്നിട്ട് നമുക്കൊരു പഴയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇത് തിക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പഴയ ഓയിൽ സീൽ വരുന്നതാണ്. ഇത്രേ ഉള്ളൂ. പഴയ ഓയിൽ സീൽ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ പഴയ ഓയിൽ സീൽ. ഇനി ഇതുപോലെ പുതിയ ഓയിൽ സീൽ അടിച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് തീർന്നു. ഇതൊക്കെ പുതിയ ഓയിൽ സീൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യും, നേരെ തിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വർക്ക് നമുക്ക് ചാനൽ വരുന്നതാണ്. അപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇനി ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.